ദ ഫാമിലി മാൻ സീസൺ 3 കണ്ടു. ഈ വെള്ളിയാഴ്ചയായിരുന്നു സ്ട്രീം ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ ഇന്നലെയാണ് കണ്ടു തീർത്തത്. 7 എപ്പിസോഡാണുള്ളത്. ഓരോ എപ്പിസോഡും 50 മിനിറ്റിനടുത്താണ് ഡ്യൂറേഷൻ ഉള്ളത്. അപ്പം എങ്ങനെ നോക്കിയാലും മൊത്തം ഒരു 6 മണിക്കൂറിനടുത്താണ് ടോട്ടൽ ഡ്യൂറേഷൻ വരുന്നത്. ഈ സീരീസിനെ പറ്റി ഞാൻ അധികം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. ക്വിക്കായിട്ട് പറയാനാണെങ്കിൽ കമ്പയർഡ് ടു സീസൺ 1 ആൻഡ് 2 ആ ഒരു ലെവൽ എന്തായാലും എത്തിയിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ സീസൺ 1-ൻ്റെയും 2-ൻ്റെ ഒരു ഫാൻ ആണെങ്കിൽ ഉറപ്പായിട്ടും ഇത് 3 എന്തായാലും കണ്ടു നോക്കണം. നമ്മൾ ഉറപ്പായിട്ടും ആ ക്യാരക്ടേഴ്സിനെ നമുക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഉറപ്പായിട്ടും നമ്മളതിൻ്റെ അടുത്ത ഭാഗം, അടുത്ത ചാപ്റ്റർ കാണണം. അത് ഇഷ്ടമില്ലാത്തവർ ഉറപ്പായിട്ട് ഇത് കണ്ടിട്ട് കാര്യമില്ല. കാരണം വേറെ വേറെ കഥയാണെങ്കിൽ പോലും ഇതിൻ്റെ ക്യാരക്ടർ ആർക്സൊക്കെ പിടിച്ച് നമ്മളത് കംപ്ലീറ്റ് ചെയ്യണം. ഓഫ് കോഴ്സ് സീസൺ 3 തുടങ്ങണമെങ്കിൽ. അതുമാത്രമല്ല ആ ഒരു ലെവലില്ല. അപ്പം നിങ്ങൾക്കിത് മാത്രമായിട്ട് കണ്ടാൽ ഒട്ടും വർക്കാവത്തില്ല. പക്ഷേ 1ഉം 2ഉം ഇഷ്ടമില്ലാത്തവർ വളരെ കുറവായിരിക്കും. 1 ഗോട്ടാണ്, ദ റിയൽ OG സീസണാണ്. 2 എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. അത് മറ്റേ വലിയ പുതുമയോ കാര്യങ്ങളോ ഇല്ല. പിന്നെ മറ്റേ ചെല്ലം എന്ന് പറഞ്ഞ ക്യാരക്ടറെ കൊണ്ടുവന്നിട്ട് ആദ്യമൊക്കെ പുള്ളി രസമായിരുന്നു. പക്ഷേ പോകെ പോകെ മറ്റേ എഴുത്തിലെ ഈ ലൂപ്പ്, പിന്നെ അതുപോലെ തന്നെ അങ്ങനത്തെ പല കാര്യങ്ങൾ ഈസി ആയിട്ട് കവറപ്പ് ചെയ്യാൻ വേണ്ടി പുള്ളിയെ യൂസ് ചെയ്യുന്ന പോലെ തോന്നി. അതൊക്കെ ഒരു മിസ്റ്റേക്കാണ്. പക്ഷേ സ്റ്റിൽ അത് ഭയങ്കര എൻഗേജായിട്ട് കണ്ട, പ്രത്യേകിച്ച് ആ ശ്രീലങ്കയിലെ ഷൂട്ട് ഔട്ട് സീനൊക്കെ ഭയങ്കര എൻഗേജായിട്ട് കണ്ട എപ്പിസോഡും ഏരിയയൊക്കെ ആയിരുന്നു. 3 എത്തുമ്പം അങ്ങനത്തെ ഭയങ്കര മറ്റേ ഹൈ പോയിന്റിൽ നമ്മളെ നിർത്തിയിട്ട് ഓരോ എപ്പിസോഡും ക്ലിഫ് ഹാങ്ങർ ആയാലും ശരി, അതിലെ ഇങ്ങനെ ഭയങ്കര ഫാസ്റ്റായിട്ടുള്ള നമ്മുടെ സീറ്റ് എഡ്ജ് മൂവ്മെൻറ്റ്സ് ഒക്കെ വളരെ കുറവാണ്. പക്ഷേ സ്റ്റിൽ തുടക്കമൊക്കെ നല്ല രസമുണ്ടായിരുന്നു. തുടക്കം, അതായത് ഈ ഒരു ഫസ്റ്റ് സീനിൽ തന്നെ ഒരു ബോംബ് ബ്ലാസ്റ്റിലൂടെയാണ് തുടങ്ങുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോ ക്യാരക്ടേഴ്സിൻ്റെ പഴയ ഓരോ ക്യാരക്ടേഴ്സ് വരുന്നു, അതുപോലെ തന്നെ പുതിയ ക്യാരക്ടേഴ്സ് വരുന്നു. അപ്പോൾ ഓരോ ക്യാരക്ടേഴ്സും ഈ പുതിയ വേൾഡ്, അതായത് ഈ പുതിയ പ്ലോട്ട് സെറ്റിംഗ് എങ്ങനെ ഉണ്ടെന്നുള്ളതും, പിന്നെ അതുപോലെ തന്നെ ജയ്ദീപ് അഹ്ലാവത്ത് പുള്ളിയാണ് ഇതിലെ മെയിൻ ആൻറ്റഗോണിസ്റ്റ്. ചുമ്മാ വില്ലൻ, തനിക്കൂറ വില്ലൻ ആ ഒരു പരിപാടിയല്ല. പുള്ളി പക്ക ക്യാരക്ടറുള്ള ഒരു ആൻറ്റഗോണിസ്റ്റാണ്. നായകന് നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്നത്. അതാണ് പ്രൊട്ടഗോണിസ്റ്റിന് ഓപ്പോസിറ്റ് ആൻറ്റഗോണിസ്റ്റ് എന്ന് തന്നെ പറയണം. അല്ലാതെ ചുമ്മാ വില്ലനെന്നോ അല്ലെങ്കിൽ നെഗറ്റീവ് എന്നോ പറഞ്ഞിട്ട് പോരാ. പുള്ളി അത് അർഹിക്കുന്നുണ്ട്. അതായത് അത്രയും കിടിലൻ ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നിയത്. നമുക്ക് ചുമ്മാ മറ്റേ സമന്തയെ പോലെ അങ്ങനത്തെ റൂത്ത്ലെസ് പരിപാടിയല്ല. പുള്ളി റൂത്ത്ലെസ് തന്നെയാണ്. പക്ഷേ പുള്ളിയുടെ ഒരു ഫീലിങ്സും കാര്യങ്ങളും എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അതായത് പുള്ളിയെ ന്യായീകരിക്കുന്ന ആ ഒരു ലെവലല്ല ഇവർ കഥ നോക്കുന്നത്. പക്ഷേ നമുക്ക് കാണുന്ന ഓഡിയൻസിന് പുള്ളിയോടൊരു എമ്പതി തോന്നാൻ ചാൻസ് ഉണ്ട്. എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അത് പുള്ളിയുടെ പെർഫോമൻസിലെ മികവാണ്. ഇപ്പോൾ ഏതൊരാളാണെങ്കിലും അയാൾക്ക് എന്തെങ്കിലും ഒരു സൈഡ് ഒരു നമുക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നുന്ന കാര്യം കാണുമല്ലോ. അത് പുള്ളി കിഡിലനായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പുള്ളി ചെയ്യുന്ന ആക്ടിവിറ്റി ഒന്നും അത്ര നല്ലതല്ല കേട്ടോ. പക്ഷേ പുള്ളിയാണ് ഇതിൻ്റെ ഒരു ബാക്ക് ബോൺ എന്നാണ് എനിക്ക് തോന്നിയത്. നമ്മൾ ശ്രീകാന്തിൻ്റെയും JKയുടെയും, അതായത് മനോജ് വാജ്പേയിയുടെയും, അതുപോലെ തന്നെ പുള്ളിയുടെ JK തൽപ്പടയുടെയും കോമ്പിനേഷൻ സീൻസ് കാണാനാണെങ്കിൽ ആണ് നമ്മൾ വെയിറ്റ് ചെയ്തത്. അവരുടെ കൗണ്ടർ ടു കൗണ്ടർ അതൊക്കെ ഇതിലുണ്ട്. പക്ഷേ അതൊക്കെ എനിക്ക് അതിലൊരു നെഗറ്റീവ് സൈഡിൽ ഒന്നായിട്ട് തോന്നിയത് അതാണ്. അത് ഫോഴ്സ്ഡായിട്ട് കോമഡിക്ക് വേണ്ടി അല്ലെങ്കിൽ ഇവരുടെ കോംബോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്ത പോലെ തോന്നി. അത് എല്ലാവർക്കും അങ്ങനെ തോന്നാനാണ് ചാൻസ്. അത് അത്ര വർക്കായിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ഫാമിലി എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇതിൽ ഫാമിലിക്ക് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ലാസ്റ്റ് എപ്പിസോഡൊക്കെ ത്രൂ ഔട്ട് അവരാണ് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ പ്രിയാമണി ആയാലും ശരി, അശ്ലേഷ താക്കൂർ ആയാലും മറ്റേ മകനാണെങ്കിലും ഒക്കെ. പക്ഷേ ഇവരുടെ ആ ഒരു ക്യാരക്ടർ ആർക്കിനൊന്നും ഒരു പൂർണ്ണത എത്തിയിട്ടില്ല. മറ്റേതിൻ്റെ എന്താണോ അതേ സാധനം തന്നെയാണ് അവരിതിലും. ഒരു പൂർണ്ണത എത്തിയിട്ടില്ല. പിന്നെ ഈ പയ്യൻ കൊള്ളായിരുന്നു. അവൻ്റെ കോമഡീസാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. സ്കൂൾ റിലേറ്റഡ് ആയാലും ശരി, ഇവർ മനോജ് ബാജ്പേയി ആരാണെന്ന് ഇവനോട് കൺവേ ചെയ്യുന്നൊരു സീനുണ്ട്. അതൊക്കെ ഭയങ്കര ഫണ്ണി ആയിരുന്നു. പിന്നെ ഇതിൽ കുറേ സ്പൂഫ് എന്നല്ല, കുറേ സറ്റയർ പരിപാടിയുണ്ട്. സ്പൈ യൂണിവേഴ്സിനിട്ടൊരു കൊട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ചില കമ്മ്യൂണിറ്റീസിനുള്ള കൊട്ടുണ്ട്. അതൊക്കെ ഭയങ്കര രസമായിരുന്നു. നമുക്കൊക്കെ സാധാരണക്കാർക്ക് നമുക്ക് സംസാരിക്കണമെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് അതൊക്കെ പറഞ്ഞത്. പക്ഷേ ഇതിൻ്റെ മേജർ പ്രശ്നം തുടങ്ങുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ തുടക്കമൊക്കെ നല്ല രസമായിരുന്നു. പ്രത്യേകിച്ച് ആദ്യത്തെ ഒരു 5 എപ്പിസോഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ 6ാമത്തെ എപ്പിസോഡ് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി 2 എപ്പിസോഡുകളുള്ളൂ, 6ഉം 7ഉം. ഇനി ഇത് ഉടനെ തീരത്തില്ല. അതായത് കണ്ടൻറ്റ് കുറേ കൂടെ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഇത് ഇവരെങ്ങനെ ക്വിക്കായിട്ട് തീർക്കുമെന്നായിരുന്നു ആലോചിച്ചത്. ആദ്യം ഞാൻ വിചാരിച്ചു ഇനിയും, അതായത് ഈ 6ാമത്തെ എപ്പിസോഡ് തുടങ്ങിയപ്പോൾ വിചാരിച്ചു ഭയങ്കര ഫാസ്റ്റായിട്ട് പടപടപടയെന്ന് തീർക്കുന്നു. പക്ഷേ പോകെ പോകെ മനസ്സിലായി ഇത് ഉടനെ തീരത്തില്ല. അങ്ങനെ 7ാമത്തെ എപ്പിസോഡ് തുടങ്ങിയപ്പം ഞാൻ ഊഹിച്ചത് എന്താണോ അതുപോലെ തന്നെ 7ാമത്തെ എപ്പിസോഡ് തീർന്നപ്പോൾ സംഭവിച്ചു. അതായത് ഒരു എൻഡിങ് ഈ സീരീസിനില്ല. ഇത് എവിടുത്തെ എൻഡിങ് ആണ്? ക്ലിഫ് ഹാങ്ങർ എൻഡിങ് ആണ് ഉദ്ദേശിച്ചെങ്കിൽ ഇങ്ങനെയാണ് ഒരു ക്ലിഫ് ഹാങ്ങർ കൊണ്ടുവരേണ്ടത്. ഒരു സീസണിൽ കൊണ്ടുവന്ന സാധനം അത് തീർത്തിട്ട് അടുത്തതിലേക്കുള്ള സാധനം വേണം ക്ലിഫ് ഹാങ്ങർ ഇടാൻ വേണ്ടിയിട്ട്. ഇത് നമ്മളിപ്പോൾ ഒരു 10 എപ്പിസോഡുള്ളൊരു സീരീസിൽ 7ാമത്തെ എപ്പിസോഡ് ആയപ്പോഴത്തേക്ക് ഹാർഡ് ഡിസ്ക് കളഞ്ഞു പോയാൽ എങ്ങനെ ഇരിക്കും? ഇനി ഒരു 2-3 എപ്പിസോഡിനുള്ള സാധനം ഇതിൽ തന്നെ ഉണ്ട്. അവിടെ അങ്ങ് മറ്റേ പെട്ടെന്ന് അങ്ങോട്ട് എൻഡാക്കിയിരിക്കുക. നമ്മൾ അന്തം വിട്ടിരിക്കും. ഇതെന്ത് എൻഡിങ് ആണ്? ഇത് എവിടുത്തെ എൻഡിങ് ആണ്? ഇനി സീസൺ 4 എന്ന് വരാനാണ്? 2021-ലാണ് 3 വന്നത്.
ടു വന്നേ 4 വർഷം എടുത്തു, 4.5 വർഷം അത് എടുത്ത മൂന്നാമത്തെ വരാൻ. പോട്ടെ, ഒരു 2 വർഷത്തിനുള്ളിൽ വന്നാൽ പോലും അത് ഭയങ്കര ഡിലേ അല്ലേ? പ്രത്യേകിച്ച് ഈ ഒരു ഇത് കണ്ടവർക്കറിയാം ഇതിൻ്റെ ഒരു എൻഡിങ്. മിനിമം ഒരു 1 ഇയറിനുള്ളിലെങ്കിലും വന്നാൽ ഓക്കെ, അല്ലെങ്കിൽ ഇത് ഭയങ്കര വേഴ്സ്റ്റ് എൻഡിങ് ആണ്. ഞാനിതുവരെ ഇപ്പം ഞാൻ അങ്ങനെ തന്നെ പറയും. അത്ര അടിപൊളിയായിട്ട് വന്നിട്ട് അവസാനത്തെ 2 എപ്പിസോഡ് കൊണ്ടുവന്ന് ക്ലൈമാക്സ് കൂടെ ആക്കി ഭയങ്കര ഒരു വേഴ്സ്റ്റ് സീസൺ. നമ്മൾ ഈ സീരിയസ് ചരിത്രത്തിൽ തന്നെ ഇത്രയും ഒരു വേഴ്സ്റ്റ് എൻഡിങ് കാണത്തില്ല ഒരു സീസണും. അത്രയ്ക്കും മോശം എൻഡിങ്. അതും ഇത്രയും ലോകത്തിൽ തന്നെ ഞാൻ കണ്ടിട്ടുള്ളത് വെച്ച് ബെസ്റ്റ് സീരീസുകളിലൊന്ന് ഫാമിലി മാനാണ്. എനിക്ക് അത്രയും പ്രിയപ്പെട്ട സീരീസാണ്. അതിൻ്റെ ഒരു അവസ്ഥ ഇങ്ങനെ ആയിപ്പോയെന്ന് ആലോചിക്കുമ്പോഴേ, ഞാൻ പറഞ്ഞില്ലേ സീസൺ 1ഉം 2ഉം കണ്ടവർ ഇഷ്ടപ്പെട്ടവർ ഉറപ്പായിട്ട് ട്രൈ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ചില കോമഡികളും ഫാസ്റ്റ് പേസ്ഡാണ്, അത്യാവശ്യം ഫാസ്റ്റ് പേസ്ഡാണ് മറ്റേതിൻ്റെ അത്ര അല്ലെങ്കിൽ പോലും. പിന്നെ ക്യാരക്ടർ ആർക്സ് ഒക്കെ ഉണ്ട്, അങ്ങനത്തെ കണ്ടിരിക്കാൻ പറ്റുന്ന വാച്ചബിളാണ്. പക്ഷേ എൻഡിങ് കൊണ്ട് ഇങ്ങനെ ആക്കി. അപ്പോൾ അതാണ് ഫാമിലി മാൻ സീസൺ 3യെ പറ്റിയുള്ള എൻ്റെ റിവ്യൂ. മാഡ്ലി വെയിറ്റിംഗ് ഫോർ സീസൺ 4. വളരെ പെട്ടെന്ന് തന്നെ അത് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു.